പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് ആഗ്രയിലാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ആഗ്രയിലെത്തി. അപ്പോൾ വെളുപ്പിന് പോയി താജ്മഹലൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം നമ്മൾ ചെക്കൗട്ട് ചെയ്യും. അതിനു മുമ്പ് പിള്ളേർ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുകളിൽ വന്നു കേട്ടോ. ഞാൻ ഇറങ്ങിയില്ല. ഇവരൊരാഴ്ചയായിട്ടും ഗോവൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഇന്ന് വെളുപ്പിന് താജ്മഹൽ പോയപ്പോൾ നല്ലതായിരുന്നു കേട്ടോ. അത്ര ചൂടും ഇല്ലായിരുന്നു, കുറച്ച് റഷും കുറവായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഫ്രൈഡേ ഇവിടെ അവധിയായിട്ട് സാറ്റർഡേ മോർണിംഗ് അത്ര റഷ് ഇല്ലായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. നന്നായിട്ട് കണ്ടു, തിരിച്ചു വന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഇപ്പോൾ പൂളിലിറങ്ങി പിന്നെ അത് കഴിച്ചപ്പോൾ നമ്മൾ തിരിക്കും കേട്ടോ. ഇവിടെ നമുക്ക് 4 മണിക്കൂർ എടുക്കും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഉച്ചയ്ക്ക് എവിടെയെങ്കിലും ലഞ്ച് കഴിക്കണം. അത് വൈകുന്നേരം ആകുമ്പോഴത്തേനും കാൺപൂരെത്തും. അപ്പം നമ്മൾ നല്ല ഫുഡ് കഴിപ്പും ഒക്കെയാണ് കേട്ടോ. എക്സസൈസ് ഇല്ല, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഈ ആഴ്ച ബ്രേക്ക് എടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനി നമ്മുടെ റുട്ടീനിലോട്ടാവണമെങ്കിൽ നെക്സ്റ്റ് വീക്കും കൂടെ കഴിയണം കേട്ടോ. നെക്സ്റ്റ് വീക്കും എനിക്ക് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത്രയൊക്കെ ആയിരുന്നു. ഇതുകൊണ്ട് ഇവിടെ നിന്നാൽ ഫുൾ നമുക്ക് താജ് കാണിക്കാം കേട്ടോ. താജ് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഫുൾ ഇത് റൂഫ് ടോപ്പാണ്. അപ്പം നല്ല വ്യൂ ആണ്. നല്ല വ്യൂ ആണ്, പക്ഷെ ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ദൂരെ താജ് കാണാം. അപ്പം അങ്ങനെ 2 ദിവസം നല്ലതായിരുന്നു. വൃന്ദാവനിലും നല്ലതായിരുന്നു. ഞാൻ അത് ബ്ലോഗ് ഇട്ടല്ലോ ഞാൻ. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം. അങ്ങനെ അവരെല്ലാവരും പൂളിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പം ഞാൻ 11 മണിയായിട്ട് 10:30 നമ്മളപ്പോൾ 11:30 കഴിയുമ്പോഴത്തേനും ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവരെ സമയം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മുകളിൽ വന്നതാണ്. കണ്ടോ, മുകളിൽ വരുമ്പോൾ നല്ല രസമായിട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ താജ് ദൂരെ കാണുന്നുണ്ടല്ലോ അല്ലേ. അവിടെ ഇങ്ങനെ കാണാം. റൂഫ് ടോപ്പിലല്ലേ സ്വിമ്മിംഗ് പൂൾ. അപ്പം നമുക്ക് നല്ലതായിട്ട് അവിടെ നിന്ന് നല്ല വ്യൂ ആണ്. വൈകുന്നേരത്തെ സമയത്തൊക്കെ നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തണുപ്പത്ത് വരുവാണെങ്കിൽ നല്ല രസമാണ്. ഇപ്പോൾ ഈ ചൂടത്ത് അത്ര വലിയ രസമൊന്നുമില്ല. പൂളി കിടക്കുന്നവർക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാനിങ്ങനെ താഴത്തോട്ട് പോന്നു. അപ്പം ഞങ്ങൾ താജ്മഹലിൽ പോയ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതത് കഴിഞ്ഞ് പോയിട്ട് വന്നിട്ടാണല്ലോ ഞാനീ പറയുന്നത്. അപ്പോൾ താജ്മഹലിൽ പോയ വീഡിയോ ഞാനിങ്ങനെ റോ ആയിട്ട് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണാമല്ലോ. പിന്നെ ആണെങ്കിലും എനിക്കാണെങ്കിലും കാണുമ്പോൾ അതൊരു ലൈവായിട്ട് ഞാൻ എടുത്തിരിക്കുക കേട്ടോ. വോയിസ് ഓവർ കൊടുക്കാതെ ചില സ്ഥലങ്ങളിൽ മാത്രമേ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ കടൽ കാണുന്ന പോലെയാണ് കേട്ടോ താജ്. എപ്പോൾ കണ്ടാലും നമുക്കതിനൊരു ഭംഗി തന്നെ ഉണ്ടല്ലോ അല്ലേ. അപ്പം നമുക്ക് ഒന്ന് പോയി ഞങ്ങൾ താജ്മഹലിൽ പോയ ആ വീഡിയോ കണ്ടിട്ട് വരാവേ. ഇതല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ച ഹെയർ സ്റ്റൈല്. പക്ഷേ ഞാൻ മാഡം ഇല്ല ഇല്ല ബന്ദറോസ വെച്ചന. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറുകയാണ് കേട്ടോ. സമയം നല്ല വെളുപ്പിന് സമയം നല്ല രസമുണ്ട് കേട്ടോ. ഈ സമയത്താണ് ഞാനിപ്പം എനിക്ക് തോന്നുന്നു 4th ടൈമാണെന്ന് തോന്നുന്നു താജ്മഹലിൽ പോകുന്നത്. ഇവിടുന്ന് നമ്മൾ ഈയിടെ അടുത്ത് 2 വർഷത്തിനിടയ്ക്ക് 2 പ്രാവശ്യം പോയത്. 2 പ്രാവശ്യം വെളുപ്പിനെയാണ് പോയത്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. ഫോട്ടോസ് എടുക്കുമ്പോഴും നന്നായിട്ട് വരും. പിന്നെ അവിടുത്തെ വ്യൂവും കുറേ തിരക്കില്ലാതെയൊക്കെ നല്ല. ഇന്ന് പിന്നെ സാറ്റർഡേ ആയതുകൊണ്ട് ഫ്രൈഡേ അവധിയാണല്ലോ. അപ്പോൾ സാറ്റർഡേ കുറച്ച് റഷ് കൂടും. പിന്നെ ഡൽഹിയിൽ നിന്നുള്ള ആൾക്കാരും ഏറ്റവും കൂടുതൽ വീക്കെൻഡിൽ നമ്മൾ താജ്മഹലിൽ പോയാൽ കുറച്ച് റഷ് കാണും. എന്നാലും മോർണിംഗ് അവേഴ്സിൽ കുഴപ്പമില്ല കേട്ടോ. എന്ത് രസമാണ് താജ്മഹൽ കാണാൻ. നമ്മളെപ്പോഴും കടൽ കാണുന്നല്ലേ. കടൽ കണ്ടാൽ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ എത്ര പ്രാവശ്യം എന്നാലും അകത്തോട്ട് കയറുമ്പോൾ ആ ഒരു വ്യൂ കാണുമ്പോൾ ഉള്ളൊരു
സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗൈഡിനെ എടുത്തായിരുന്നു കേട്ടോ. ഇപ്പം നമുക്കിങ്ങനെ കണ്ടും ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്തും എല്ലാം അറിയാം, എന്നാലും നമ്മളൊരു ഗൈഡിനെ എടുത്തു. മോന് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാം കേൾക്കാൻ വേണ്ടി അയാൾ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കും. കുറേ ഇതിൽ സിഗ്നിഫിക്കൻസ് ഉണ്ടല്ലോ, ഓരോ വാതിലിലും മീൻസ് 4 ഭാഗത്തോട്ടും പോകുന്ന ഓരോരുത്തരത്ത് നിന്നാലുള്ള വ്യൂ എല്ലാം ഡിഫറെൻ്റ് ആണ്. അങ്ങനെ അതേപ്പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അയാൾ. അപ്പം നമ്മൾ ഒരു ഫോട്ടോഗ്രാഫറിനെയും കൂടെ വിളിച്ചായിരുന്നു. ഫോട്ടോഗ്രാഫർ അവർ എടുത്തു തരുന്നത് നമ്മൾ 25 ഫോട്ടോസ് മിനിമം എടുക്കണം. 25 ഫോട്ടോസ് 2000 റുപ്പീസാണ് അവർ പറയുന്നത്. അതായത് അവരൊരു ആൽബം ആക്കി സോഫ്റ്റ് കോപ്പി ആൽബവും തരും, സോഫ്റ്റ് കോപ്പിയും തരും. 25 ഫോട്ടോസ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത്രയും ഫോട്ടോസ് സോഫ്റ്റ് കോപ്പിയിൽ തരും, 25 ഫോട്ടോ പ്രിൻറ്റ്സ് എടുത്ത് ആൽബം ആക്കിയും തരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു ഗൈഡിനെയും ഒരു ഫോട്ടോഗ്രാഫറെയും ഒക്കെ വിളിച്ച് നല്ല ഫോട്ടോസൊക്കെ കുറേ എടുത്തു. അപ്പോൾ ഇങ്ങനെ ഏർലി മോർണിംഗ് താജിൻ്റെ വ്യൂ ഒന്ന് കണ്ടുവിട്ടോ, എന്ത് രസമല്ലേ. ഞാൻ പിന്നെ എന്ത് രസം എനിക്കത് കണ്ടിട്ടും അവിടെ നിന്ന് അങ്ങ് പോരാൻ തോന്നുന്നില്ലായിരുന്നു കേട്ടോ. അകത്രയും ചൂടാണല്ലോ, അകത്ത് ഇത്രയും വലിയ ചൂടില്ല, നല്ല ഒരു കാറ്റൊക്കെ, ഇത്രയും മരങ്ങൾ നിൽക്കുകയല്ലേ, അപ്പം നല്ല കാറ്റും. അപ്പോൾ മോളോട് ഞാനിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നീലു 5 sentences tell about Taj Mahal. No, 5 sentences about Taj Mahal. So Taj Mahal was made by a king and queen. That was sentence 1. And then Taj Mahal is white. Sentence 2. Where is it situated, Taj Mahal? Huh? Where is it situated? In which city? I've told you earlier. Agra. Yeah. You came to Agra from? Agra from USA. Delhi. No, Delhi by road, na? It took how many hours? It took like 2 hours to reach. You took 3 hours. 3 hours. And you reached here by yesterday? Yesterday we reached here by 12. ഇങ്ങനെ ചുറ്റും മരങ്ങളല്ലേ, മരങ്ങളിൽ എനിക്ക് നോക്കി ദൂരെ കാണുന്നുണ്ട്. അതിങ്ങനെ നമ്മുടെ ചിക്കുവാണ് കേട്ടോ, സപ്പോട്ട എന്ന് പറയുന്നത്, സപ്പോട്ടയുടെ മരങ്ങളാണ് നിറച്ച് നിൽക്കുന്നത്. അപ്പോൾ അതിലൂടെ നടക്കുമ്പോൾ നമുക്ക് ചൂടറിയത്തില്ല, സ്പെഷ്യലി പിന്നെ രാവിലെ ആയതുകൊണ്ട് നല്ല കാറ്റും നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ എന്നാലും നമ്മൾ ഇടയ്ക്കുള്ള ഭാഗത്ത് വരത്തില്ല, മാർബിളിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ചൂടുണ്ട്. അപ്പോൾ ഈ പിള്ളേർക്ക് ഇങ്ങനെ നല്ലതായിട്ട് വിയർത്ത് ഒഴുകുന്നുണ്ട്. പിള്ളേർക്കല്ല എല്ലാവർക്കും, ഇവർക്ക് കുറച്ച് കൂടുതൽ ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പോകാം, പിള്ളേരും മടുക്കും കേട്ടോ നടക്കുക എന്ന് പറഞ്ഞാൽ. അവിടെ ഇങ്ങനെ എനിക്ക് കൊണ്ട് നടക്കുന്ന, നമ്മൾ നടന്ന് തന്നെയാണ് പോകുന്നത്. പിന്നെ നമ്മൾ താജ്മഹൽ ഇരിക്കുന്നത് യമുനയുടെ തീരത്താണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പുറകത്ത്, അപ്പോൾ നമ്മൾ വലിയവർ തന്നെയാണ്, നമുക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാം കേട്ടോ. പിള്ളേരാകുമ്പോൾ അവർ ടയേർഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വീട്ടിൽ പോകാമെന്നുള്ള ഇതിലായേ. അപ്പോൾ ഞങ്ങൾ അവിടെ എന്നാലും ആ പുറകിൽ നിന്ന് ആ യമുന കാണാൻ നല്ല രസമാണല്ലോ. പിന്നെ നമ്മുടെ അവിടെ നിന്ന് നോക്കിയാൽ ആ പണി തീരാത്ത കറുത്ത താജ്മഹലുണ്ടല്ലോ, അത് താജ്മഹലല്ല, അറിയാമല്ലോ അല്ലേ സ്റ്റോറി, ഷാജഹാന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഷാജഹാൻ അവിടെ നോക്കിയാൽ ഇങ്ങനെ താജ്മഹൽ കാണാവുന്ന പോലെ ബ്ലാക്ക് കളറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മുഴുവൻ കൺസ്ട്രക്ഷൻ ആയിട്ടില്ല, അതങ്ങനെ തന്നെ കിടക്കുന്ന ആ വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ നിന്ന് ഞാൻ റിവർ കാണാമെന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല രസമാണ് അവിടെ നിന്നുകൊണ്ട് യമുന ഇങ്ങനെ കാണാനായിട്ടൊരു ഭംഗിയാണ്. അപ്പോൾ ഞാൻ ഓർക്കും ഇപ്പോൾ അവിടുന്ന് ഫൗണ്ടൻ ഒന്നും നടക്കുന്നില്ല, അപ്പോൾ ഫൗണ്ടനൊക്കെ നടക്കുന്ന സമയത്ത് എന്ത് രസമായിരിക്കും അല്ലേ. എന്തായാലും എത്രയാണ് പറയുന്നത്, അതിൻ്റെ ചരിത്രത്തെപ്പറ്റി വലിയ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും പറയണേ 22 വർഷം എടുത്തല്ലോ അത് നിർമ്മിക്കാനായിട്ട്. അത് കഴിഞ്ഞ് 22 വർഷം എടുത്ത് നിർമ്മിച്ച് കഴിഞ്ഞപ്പം നിർമ്മിച്ച ആളുകളുടെ എല്ലാം കൈവെട്ടിക്കളഞ്ഞ ഒരു ക്രൂരതയും ഒക്കെ ഈ കഥയ്ക്ക് പിന്നിൽ കുറേ, കഥയല്ല, ഈ ഒരു താജ്മഹലിന് മുമ്പിൽ കുറേ സ്റ്റോറീസ് ഉണ്ടല്ലോ, അതെല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ഗൈഡിൻ്റെ പരിപാടിയാണല്ലോ, അവർ നമ്മളെ ഒരു അവിടെ കൊണ്ടുവന്നു കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അയാളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി. അപ്പോഴത്തേനും എല്ലാവരും മടുത്തു കേട്ടോ, കഴിക്കാനുള്ളൊരു മൂഡ് പോലും അത്രയ്ക്കും മടുത്തു എന്ന് പറഞ്ഞു. നമ്മളവിടെ നിന്നൊരു ഹോട്ടലിൽ നിന്ന് നമ്മളൊരു ഓട്ടോറിക്ഷ എടുത്തിട്ടാണ്, 2 ഓട്ടോറിക്ഷ എടുത്തിട്ടാണ്, ഓട്ടോറിക്ഷ നമ്മുടെ ഇലക്ട്രിക് റിക്ഷ എടുത്തിട്ടാണ് കേട്ടോ പോയത്. ആ ഗലിയിൽ കൂടെ പോകാനായിട്ട് അതാണ് എളുപ്പമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പോയത്. അപ്പോൾ മോന് ദോശ ഭയങ്കര ഇഷ്ടമാണ്, ദോശയൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ, ഇനി നമുക്ക് ചെക്കൗട്ടാണല്ലോ, അപ്പം ദോശയൊക്കെ കഴിച്ച് ഞാൻ ജ്യൂസും കുടിച്ച്, കുറച്ച് ഫ്രൂട്ട്സും, പിന്നെ ഒരു എന്തായിരുന്നു ഞാൻ കഴിച്ചത്, പാൻകേക്ക് കഴിച്ച്, മോളും പാൻകേക്കൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ കാൺപൂർക്ക്. നമ്മൾ ഇവിടുന്ന് ആഗ്ര എന്ന് 4 മണിക്കൂർ എടുക്കും.
അപ്പം ബൈറോടൊപ്പം നമ്മൾ ലഞ്ച് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ ആയതുകൊണ്ട് ലേറ്റ് ആയിരുന്നല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ, അതുകൊണ്ട് ആർക്കും വിശക്കുന്നില്ല. കാൺപൂർ എത്തിയിട്ട് നമുക്ക് ലഞ്ച് എത്രയായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 4 മണിയാകും കാൺപൂർ എത്തുമ്പോൾ അവിടെ അപ്പം കഴിച്ചാൽ മതി. ഇടയ്ക്ക് ജ്യൂസൊക്കെ കഴിക്കാം. അപ്പോൾ ഇടയ്ക്ക് രാജേട്ടൻ ഓടിച്ചു എടുത്തപ്പോൾ എന്തായാലും ഗോപു ഓടിക്കാമെന്ന് പറഞ്ഞ് എടുക്കണം. പക്ഷേ ഗോപു വന്ന ഉടനെ ആയതുകൊണ്ട് നമ്മുടെ വണ്ടി ഓടിക്കാൻ ഇച്ചിരി ഇത് ഓട്ടോമാറ്റിക് അല്ല, അങ്ങനെ കുറച്ച് പ്രോബ്ലം ഉണ്ടെന്ന് സെറ്റ് ആവാനായിട്ട്. എന്നാലും ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. രാജേട്ടൻ നല്ല ഉറക്കക്ഷീണമുണ്ട്. കുറച്ച് നേരം ഓടിച്ചോളൂ കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ രാജേട്ടൻ തന്നെ വാങ്ങിച്ച് ഓടിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. എല്ലാവരും പക്ഷേ ടയേർഡാണ്. ഇവർക്ക് ജെറ്റ് ലാഗും ഉണ്ടല്ലോ, ഇത്രയും ട്രാവൽ ചെയ്തിട്ട് വന്നതാണല്ലോ. അപ്പോൾ പിള്ളേരൊക്കെ നല്ല ടയേർഡായി. വിശക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ വിശക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുറച്ച് നേരം കിടന്ന് കുറേ നേരം മീൻസ് ഗെയിമൊക്കെ കളിച്ച് യൂട്യൂബൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുക. 2 പേരും അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു. നമുക്ക് കുഴപ്പമില്ല അത്രയും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തിരിച്ച് രാജേട്ടൻ തന്നെ വണ്ടി ഓടിക്കാൻ തുടങ്ങി. കുട്ടികൾ എഴുന്നേക്കും ഉറങ്ങും. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ 4 മണിക്കൂർ തള്ളി നീക്കി. നമ്മൾ വലിയവരാണെങ്കിൽ നമ്മുടെ ഈ റോഡ് ട്രിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേരുള്ളപ്പോൾ എനിക്ക് അത്ര അവർക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. ഇത്രയും ദൂരം എപ്പോൾ എത്തും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ വീട്ടിലെത്തി. ഇത് പിന്നെ ഞങ്ങൾ 2 ദിവസത്തെ ഒരുമിച്ച് കുറച്ച് കാര്യങ്ങൾ ഇട്ടേക്കാണോ. പിള്ളേരെ ലിയോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ പിള്ളേർക്കും ലിയോയെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ലിയോയ്ക്ക് ഭയങ്കര ഫുൾ ഫ്രീഡാണ്. ലിയോ അങ്ങ് ബെഡിലൊക്കെ അങ്ങ് കയറി അവരുടെ കൂടെ ഒരു റൂമിൽ ആ ബെഡിൽ പതുക്കെ ഇവർ വലിച്ച് കയറ്റുന്നത് കേട്ടോ. പിന്നെ നല്ല സുഖമായിട്ട് ഇരിക്കുകയാണ്. അപ്പം പിറ്റേ ദിവസം മോൾക്ക് നെയിൽ ആർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അജുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്, ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ അജുവിന് മുടിയൊക്കെ ചീകി കൊടുക്കുകയാണ്, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്ക് പിറ്റേ ദിവസം ഇപ്പോൾ ഒരു നല്ല ഫീവർ ഉണ്ടായിരുന്നു 100 അത് കഴിഞ്ഞ് നമ്മൾ മരുന്നൊക്കെ കൊടുത്ത് നിൽക്കുക. എന്നാലും പിറ്റേ ദിവസം ഒരു സുഖമില്ലായിരുന്നു കേട്ടോ രാവിലെ. പക്ഷേ ഉച്ച കഴിഞ്ഞപ്പം എവിടോട്ടെങ്കിലും പോകണം. അപ്പം എനിക്ക് അപ്പോൾ ഓക്കെയാണ്, എനിക്ക് നെയിലായിട്ട് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം അന്ന് രാവിലെ ഞങ്ങളൊന്നും ചെയ്തില്ല കേട്ടോ. എഴുന്നേറ്റിരുന്നു. ഇവർക്ക് പനിയായത് കാരണം ഒന്നും ആഹാരമൊന്നും കഴിക്കുന്നില്ലായിരുന്നു. എന്നാലും സന്തോഷമല്ലേ പോയേക്കാന്ന് പറഞ്ഞ് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ലിയോ ഉണ്ട്, നേരെ ഇപ്പം അങ്ങ് കിടന്നു. അപ്പോൾ ലിയോയ്ക്ക് മനസ്സിലായി എല്ലാവർക്കും ലിയോയെ ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ. ലിയോ ഇങ്ങനെ നോക്കുവാണ് ഞാൻ വല്ലതും പറയുമോടെ, ഓട്ടൊക്കെ കണ്ടിട്ട് എന്നെ നോക്കുക, ഞാൻ വല്ലതും പറയുന്നുണ്ടോ, ബെഡിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നുണ്ടോ. നമ്മളിങ്ങനെ ഇത്രയും കയറ്റി കിടത്തത്തില്ലല്ലോ. അപ്പോൾ അവന് നല്ല സന്തോഷത്തിൽ അവൻ ഓർക്കണം ഇത്രയും എന്നെ സ്നേഹിക്കുന്നൊരു ഫാമിലി എവിടെ നിന്ന് വന്നു, എനിക്ക് എവിടെ വേണമെങ്കിലും കയറാം, ഉമ്മ. അവനങ്ങ് ഭയങ്കര ഒരു ഹാപ്പിയാണ് കേട്ടോ. മുറിക്കകത്തൂന്ന് ഇറങ്ങുന്നില്ലായിരുന്നു, അവരുടെ കൂടെ തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ നെയിലാട്ട് ചെയ്യാനായിട്ട് എത്തി കേട്ടോ. അപ്പോൾ അവർ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഇങ്ങനെ ഒരു 10 ദിവസത്തേക്കൊക്കെ സ്റ്റിക്കാകുന്ന വിധത്തിലുള്ള നെയിൽസ് വെക്കാം. അപ്പോൾ അവരുടെ ഒത്തിരി സെലക്ഷനൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഇവൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ നമ്മൾ വെറുതെ അങ്ങ് കൊണ്ടുവന്നതാണ് അവിടെ. അപ്പോൾ അവർ കാണിച്ച നെയിൽസിൽ നിന്ന് അവൾക്ക് ഏതായാലും സുഖമില്ല, അവളുടെ ഫേസ് കണ്ടാൽ അറിയാം തീരെ ഡള്ളാണ്. അപ്പോൾ കുറച്ച് നെയിൽസിൻ്റെ കളക്ഷൻ കാണിച്ചു. അപ്പോൾ അവൾ പറഞ്ഞത് മതി, പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കയ്യിൽ മാത്രം വെച്ചാൽ മതി. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് അവളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡിൽ മാത്രം നെയിൽസ് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ബാക്കി അവർ പാക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പാക്ക് ചെയ്ത് തന്നിട്ട് നമുക്ക് വീട്ടിൽ ഇത് ഇളകിപ്പോയി. ഇതൊരു 13 ഡേയ്സിനുള്ളിൽ ഇളകിപ്പോകും. അത് കഴിയുമ്പം മറ്റേ സെറ്റ് വേണമെങ്കിൽ വെക്കാമല്ലോ എന്ന് വെച്ചാൽ ഒരു ഗ്ലൂവും അതെല്ലാം കൂടെ പാക്ക് ചെയ്ത് തന്നു കേട്ടോ. ഇതൊരു സിമ്പിളായിട്ടുള്ള സ്ട്രോബെറിയും ഫ്ലവറും കൂടെ അങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് എന്താണെന്നറിയാം പിള്ളേരൊക്കെ ഇൻട്രസ്റ്റ്. അതുപോലെ പിങ്ക് കളറുള്ള ഹെയർ കളർ ചെയ്യണമെന്ന് വെച്ചു. അത് പക്ഷേ ചെയ്തില്ല, പിന്നെ അന്ന് സുഖമില്ലാത്തതുകൊണ്ട് ഒത്തിരി നിർബന്ധിച്ചില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു. അന്ന് വേറെ ഒന്നും ചെയ്തില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ചായയും പാലും ഒക്കെ കൊടുത്തു. പക്ഷേ കഴിപ്പൊക്കെ ഭയങ്കര കുറവായിരുന്നു, സുഖമില്ലാത്തതുകൊണ്ട്. അപ്പം ഞങ്ങൾ ലക്നൗ പോകാമെന്ന് വിചാരിച്ചിരുന്ന ഷോപ്പിങ്ങിന്. പക്ഷെങ്കിൽ മോൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് അത്രയും ട്രാവൽ ചെയ്യണം, 2 മണിക്കൂർ എടുക്കും, ട്രാവൽ ചെയ്യണ്ടല്ലോ എന്ന് വെച്ച് പോകുന്നില്ല എന്ന് വെച്ചു. അപ്പോൾ രാവിലെ ടെറസിൽ വന്ന കേട്ടോ ലിയോയുടെ കൂടെ. അപ്പോൾ മോൻ 2 ഹിന്ദി വാക്ക് പഠിച്ചിട്ടുണ്ട്. ചലോ ലിയോ, ബസ് ലിയോ, ഇത് 2ഉം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 2 ലിയോയോട് പറയാം, ലിയോ ചലോ എന്ന് പറഞ്ഞിട്ട് ലിയോയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളിവിടെ സണ്ണിനെ ഗോഡായിട്ട് വെക്കുന്ന തൊഴാനൊക്കെ പറയണം. അപ്പോൾ അജു അവിടെ കിടക്കുന്നു, അജുവിനെ വലിച്ച് എണീപ്പിക്കുകയാണ് കളിക്കാം. അവൾക്ക് കുറച്ച് മരുന്ന് കഴിക്കുമ്പോൾ കുറച്ച് ഫീവർ ഡൗൺ ആകുമ്പോൾ അവൾ കളിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ അപ്പോൾ ലിയോയ്ക്ക് ഇങ്ങനെ നമ്മൾ ആരെങ്കിലും പിടിക്കുകയോ വലിക്കുകയോ ഉടനെ ലിയോയുടെ വിചാരം വഴക്കോ എന്തോ ആണെന്നോ ഓടി വരും കേട്ടോ. അവരുടെ ഇടയ്ക്കോട്ട് വരും, കുരയ്ക്കും, വന്നിട്ട് 2 പേരും തട്ടി മാറ്റും. വഴക്കാണോന്ന് ലിയോയ്ക്കൊരു കൺഫ്യൂഷനാണ് എന്തോ ചെയ്യുന്നതെന്ന്. അങ്ങനെ കുറച്ച് നല്ല രസമായിരുന്നു 2 ദിവസം. അപ്പോൾ ഗോപുവിന് നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെ വരെ വന്നിട്ട്. ആദ്യം ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇവിടുന്ന് എന്നായിരുന്നു ട്യൂസ്ഡേ തിരിച്ച് നാട്ടിലോട്ട് പോകുമായിരുന്നു കേട്ടോ. പിന്നെ ഇനി 20 ദിവസത്തെ അവധിയുണ്ട്, 27ന് തിരിച്ചു പോകും. അപ്പോൾ ഈ പിള്ളേരെ കൊണ്ടുള്ള ട്രാവൽ ഇച്ചിരി പാടാണ്. ഗോപുവിൻ്റെ വൈഫ് ആണ്
ലീവ് കിട്ടിയില്ല. അതുകൊണ്ട് അതായത് പുള്ളിക്കാരി 6th നാട്ടിലെത്തും. ഇങ്ങോട്ട് വരാനുള്ള ആ ഒരാഴ്ചത്തെ വ്യത്യാസം വന്നു. അപ്പോൾ അവർ ഇവിടെ വന്നിട്ട് അങ്ങ് പോയി എന്നുള്ളൂ. അപ്പോൾ പിള്ളേർ 2 ദിവസം ജെറ്റ് ലാഗ് തന്നെ എടുക്കും ഒന്ന് ശരിയായി വരാൻ. എനിക്കത് അവർ പിന്നെ അത് കഴിഞ്ഞ് ട്യൂസ്ഡേ രാവിലെ എണീറ്റപ്പോഴാണ് ഉറക്കത്തിൻ്റെ റുട്ടീൻ ഒന്ന് ശരിയായത്. അല്ലെങ്കിൽ 2 മണിക്കും 3 മണിക്കും ഒക്കെ എണീറ്റിരിക്കുകയായിരുന്നു. അപ്പോൾ അജുവിന് അവധി ആയതുകൊണ്ട് നല്ല രസമായിരുന്നു. അജുവിൻ്റെ കൂടെ നല്ല കളിയായിരുന്നു ഇവിടെ. അജുവിനെ എങ്ങും വീട്ടിൽ അജുവിൻ്റെ കൂടെ ഇങ്ങനെ കളിക്കുകയും ഒക്കെ ചെയ്ത് നല്ല രസമായിരുന്നു. ചൂടില്ലായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. പക്ഷേ ഒരു റൂമിൽ നിന്ന് ഒരു റൂമിലോട്ട് നമ്മൾ AC ഇട്ട് മാത്രം ഇരുന്ന് വെളിയിലിറങ്ങാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല 2 ദിവസമായിരുന്നു. പിന്നെ ഞാൻ ഇപ്പം ഇനി അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇവർ നാട്ടിൽ കാണും. അങ്ങനെ ഞാനും അജുവും പോകുന്നുണ്ട്, രാജേട്ടൻ പോകുന്നില്ല. അങ്ങനെ ഞാനും അജുവും പോകുന്നുള്ള കാരണം വലിയ മിസ്സിങ്ങില്ല കേട്ടോ. അപ്പോൾ അവൾക്കറിയാം അപ്പച്ചി വരുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ മിസ്സ് ചെയ്യും എന്നാൽ എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. അവിടെ പൂച്ച വേണം, പൂച്ചയെ കാണണം, അങ്ങനെ കുറേ പ്ലാൻസ് ഉള്ള കാരണം വിഷമിച്ചില്ല. അല്ലെങ്കിൽ സാധാരണ കരയും കേട്ടോ, മിസ് യു അപ്പച്ചി. ഇപ്പോൾ പിന്നെ നാട്ടിലോട്ട് പോകുന്നില്ല, എക്സൈറ്റ്മെൻറ്റിൽ അത്രയും പോയപ്പോൾ കരഞ്ഞൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളിങ്ങനെ രാവിലെ ഇത് മൺഡേ രാവിലെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ലക്നൗ പോകുന്ന പ്രോഗ്രാം ഏതായാലും ക്യാൻസലായി. എന്നാൽ പിന്നെ നമുക്ക് പോയി ഇവിടെ അടുത്തൊരു മോളുണ്ട്, അവിടെ പോയി ഫൺ സിറ്റിയിലൊക്കെ പോകാം ഇപ്പോൾ ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു രസമുണ്ടായി. മോന് ഗോപുവിൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ഹെയർ കട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഹെയർ കളറും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗോപു പറയും എവിടെയോ എന്നെ കൊണ്ട് ഗോപുവിന് അത്രയും ഹിന്ദി അത്ര നന്നായിട്ട് അറിയത്തില്ല, എവിടെയോ കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് അവരൊരു മസാജൊക്കെ ചെയ്ത് ഹെയർ കട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കളർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ കളർ ചെയ്യാമെന്ന് പറഞ്ഞു. നല്ല ഞാൻ ചേരയിലിരുന്ന് അങ്ങ് ഉറങ്ങിയപ്പോൾ അവർ കളറൊക്കെ ചെയ്ത് താടിയൊക്കെ കളർ ചെയ്ത് പറയാണ്. മിററിൽ നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ തന്നെയാണ്. അവരിങ്ങനെ ഭയങ്കര ഗ്രൂം ചെയ്ത് ഒരു നോർത്ത് ഇന്ത്യൻസിൻ്റെ പോലത്തെ സ്റ്റൈലുണ്ടല്ലോ, ഫുൾ താടിയൊക്കെ ഭയങ്കര ട്രിം ചെയ്ത്. അവനത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു 2 ദിവസം കഴിയുമ്പോൾ ആ ലുക്ക് അങ്ങ് യൂസ് ടു ആകും. വന്നപ്പോൾ ഫുൾ നരച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഫുൾ കളറൊക്കെ ചെയ്ത് ബ്ലാക്കൊക്കെ ആക്കി ഇട്ടോ പോയത്. അപ്പോൾ അജു എന്താ അവിടെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അജു പറയേണ്ട അത്രയും ഷേപ്പ് ചെയ്യേണ്ട. അപ്പോൾ അജു പറഞ്ഞു ഞാൻ ഓർത്തു കുഴപ്പമില്ലായിരിക്കും, അമ്മാവിന് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, അതുകൊണ്ടാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കുഴപ്പമില്ല. ആദ്യം കാണുമ്പോൾ ഒരു ഡിഫറൻസ് കൊണ്ടുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ അവൾക്ക് ആകെപ്പാടെ മൂഡ് ഓഫ് ആണ് കേട്ടോ. പനി കുറച്ച് നേരം കഴിയുമ്പോൾ പനി വരും, പിന്നെ മരുന്ന് കൊടുക്കും. അങ്ങനെ അപ്പോൾ എന്നോട് വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നെയിൽസൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നാൽ ഇവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് അല്ല അവിടെ നമ്മുടെ Z² മോളിൽ പോകാമെന്ന് പറഞ്ഞാൽ അവിടെ ഫൺ സിറ്റി കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ഇച്ചിരി മൂഡ് ശരിയായി. അങ്ങനെ ഫൺ സിറ്റി പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അവിടെ വലിയ ബ്രാൻഡ്സ് ഒന്നുമില്ല, എന്തായാലും നമ്മുടെ കാൺപൂർ ഉള്ളതിൽ വെച്ചൊരു നല്ലൊരു മോളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ ഇത് കണ്ടോ, ഗോപുവിനെ കണ്ടോ, ഗോപു നന്നായിട്ട് ഫുൾ കറുത്തു, 10 വയസ്സ് ചെറുപ്പമായി. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഫൺ സിറ്റിയിലെ കാർഡൊക്കെ എടുത്തു. അപ്പോൾ ആദ്യം കഴിക്കാമെന്ന് പറഞ്ഞു, ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ KFC ഒക്കെ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് കഴിക്കേണ്ട, ആദ്യം റൈഡ്സിലൊക്കെ കയറിയിട്ട് മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ആയിട്ട് അവളുടെ മൂഡ് ഒന്നാമതേ ശരിയല്ലല്ലോ. അപ്പം നമ്മളവിടെ പോയി ആദ്യം കാർഡൊക്കെ എടുത്തു. എന്നിട്ട് അവൾ ഒരു റൈഡൊക്കെ കയറിയിട്ട് വന്നു. നമ്മൾ ഇനി കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞ് കഴിക്കാനായിട്ട് വന്നപ്പം ആദ്യം പറഞ്ഞു എനിക്ക് പിസ്സ കേട്ടോ. അവിടെ കയറി കഴിഞ്ഞ് ഓർഡർ ചെയ്തപ്പോൾ എനിക്കത് വേണ്ട, KFC. പിന്നെ ഞങ്ങൾ തിരിച്ചവിടെ വന്നു. അങ്ങനെ കഴിക്കാനൊക്കെ ആകുന്നതിന് ഞാൻ വല്ല കാർഡ് എടുത്ത് വെച്ചപ്പോൾ 2 റൈഡ് കയറിയിട്ട് വരാം, അത് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഫീവർ ഉള്ളതുകൊണ്ട് അവൾ ഇച്ചിരി ക്രാങ്കി ആയിരുന്നു. അപ്പോൾ ഫൺ സിറ്റിയിലെ കാർഡ് ഞാൻ ഓർക്കും, ഞാൻ ഇവർ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ എപ്പോഴും ഫൺ സിറ്റി പോകും റീചാർജ്. അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ, പിന്നെ ഞാൻ മോനെയും അവളെയും കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല വന്ന് നമ്മൾ പിസ്സ ഹട്ടിൽ നിന്ന് പിസ്സ വാങ്ങിച്ചു, KFC വാങ്ങിച്ചു, കുറച്ച് എന്തൊക്കെ എല്ലാവരും കൂടെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർ രാജേട്ടനും ഗോപുവും അജുവും കൂടെ ഷോപ്പിങ്ങിന് പോയി. ഞാൻ പിള്ളേരെയും കൊണ്ട് ഫൺ സിറ്റിയിൽ എല്ലാ ഗെയിംസും കളിപ്പിച്ച് നമ്മളൊരു കൂപ്പൺ എടുക്കുമല്ലോ, ഒരു കാർഡ് റീചാർജ് ചെയ്ത് ഞാൻ കുറേ ഗെയിംസൊക്കെ ഇവരെ കണ്ട്. ഇവരാദ്യം കുറച്ച് നേരം അവിടെ വന്നിട്ട് ഇവരങ്ങ് ഷോപ്പിങ്ങിന് പോയി. അപ്പോൾ ഞാൻ ഇവരെ കൊണ്ട് റൈഡൊക്കെ കയറിയപ്പോൾ നല്ല സന്തോഷമായിരുന്നു കേട്ടോ. എല്ലാ റൈഡിലും കയറി അങ്ങോട്ട് ഇങ്ങോട്ട് കുറേ. പക്ഷേ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള പിള്ളേരുടെ അടുത്ത് സംസാരിക്കാൻ അറിയത്തില്ല, ഫ്രണ്ട്സ് ആവണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ സംസാരിക്കാൻ അറിയത്തില്ലോ. പിന്നെ കുഴപ്പമില്ല, അങ്ങനെ എല്ലാവരും ആര്യൻ എന്നാണ് മോൻ്റെ പേര്. എല്ലാവരും കുറേ റൈഡ്സൊക്കെ കയറി. ഞാനിങ്ങനെയൊക്കെ പിള്ളേർക്ക് ഇതൊക്കെയല്ലേ സമ്മറിലൊരു സന്തോഷമല്ലേ, എത്ര ചെറിയ റൈഡാണല്ലോ അവർക്ക് നല്ല സന്തോഷമാണ്. ഷോപ്പിംഗ് അവർക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഷൂസ് കണ്ടോ, ഷൂസ് ഇടാൻ പറ്റുന്നില്ല നെയിൽസ് ഉള്ള കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞു എണീറ്റ് പോരും, ഞാൻ ഇടാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഷൂസ് ഇടാൻ കിടന്ന് മെനക്കിടുക. കാരണം ഒരു കൈയിൽ ആ കൈ കൊണ്ട് ഇടാനേ പറ്റുന്നില്ല, നെയിൽസ് ഇളകി പോകത്തില്ലേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും ഇത് തന്നെ കുറേ നേരം ചെയ്തു കേട്ടോ. എല്ലാ റൈഡിലും കയറണം. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിലും ഞാൻ കയറ്റി കേട്ടോ. അപ്പോഴത്തേനും എനിക്കൊന്ന് 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ അപ്പോഴത്തേക്കും അവരുടെ ഷോപ്പിംഗ് ഏകദേശം കഴിയാറായി. അപ്പോൾ അവരുടെ ഫോൺ വന്നു, ഞങ്ങൾ കഴിയാറ്, നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചിട്ട്.
അപ്പോഴാണ് നമ്മൾ അവിടുന്ന് ഫൺ സിറ്റിയിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഫുൾ ടൈം ഞാനും ഫൺ സിറ്റിയിലായിരുന്നു. എത്രയോ വർഷങ്ങളോടെ ഞാൻ ഓർക്കാം, മോനൊക്കെ കൊച്ചായിരുന്നപ്പോൾ കൊണ്ടുപോകുന്നതായിരുന്നു. അങ്ങനെ കുറേ നാൾ കൂടി പിള്ളേരുടെ കൂടെ ഫൺ സിറ്റിയിൽ ഒക്കെ എൻജോയ് ചെയ്തു. ഞാനും എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ പറയാം കേട്ടോ. നമുക്കൊരു ത്രില്ല് വരുമല്ലോ, ഇതിട് ഈ ബോളിഡ് ആ ബോളിഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇവരുടെ അടുത്തോട്ട് പോകും. അപ്പോൾ വേറൊരു ടെമ്പിളിൽ പോകാമെന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോൾ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇവർ തന്നെ പറഞ്ഞു വേണ്ട തിരിച്ചു പോയേക്കാന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നപ്പം കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കുന്ന ഒരു മെഷീൻ കണ്ടു. അപ്പോൾ ക്യാൻഡി വേണമെന്ന് പറഞ്ഞു. അതിങ്ങനെ ഉണ്ടാക്കുന്ന കാണുകയാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സൺഫ്ലവറിൻ്റെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നല്ല എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു അത് കണ്ടപ്പോൾ കേട്ടോ. കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കുന്നത് അതിങ്ങനെ കണ്ട് കുറേ നേരം നിന്നു. അപ്പോൾ ഈ നമ്മൾ ഫീവർ വീട്ടിലിരുന്നപ്പോൾ ഭയങ്കര ഒരു മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ. വെളിയിലിറങ്ങി ഇങ്ങനെ റൈഡ്സിലൊക്കെ കയറി ഇങ്ങനെയൊക്കെ നടന്നപ്പോൾ മൂഡൊന്ന് ശരിയായി കേട്ടോ. എനിക്കൊന്ന് പിള്ളേർ വീട്ടിലിരിക്കുമ്പോൾ ഇച്ചിരിയും കൂടെ അസുഖം വരുമെന്ന് തോന്നി. ഞാനത് ഇറങ്ങുന്നില്ല എന്ന് വെച്ചു. പിന്നെ അല്ലല്ല പോയിട്ട് അപ്പോൾ സൺഫ്ലവറിൻ്റെ ഷേപ്പിൽ അവരിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ഈ കോട്ടൺ ക്യാൻഡി? നമ്മളൊക്കെ ചെറുതായിരിക്കും എനിക്കിപ്പോഴും ഓർമ്മ. നമ്മുടെ അവിടെ ഒന്നും അത്ര കോമൺ അല്ലായിരുന്നു. നമ്മൾ കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ അവിടെ പിങ്ക് കളറിൽ ഇങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു സ്റ്റിക്കിൽ. അപ്പോൾ നമ്മളെന്നത് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ കോട്ടൺ ക്യാൻഡി വാങ്ങിക്കുന്ന ആ കൊടൈക്കനാലിലാണ് ഞാൻ ശരിക്കും ഇത് ഓർക്കുന്നത്. ഇപ്പോഴൊക്കെ അത് അത്രയും പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ ഇവളുടെ ഇത് ഷേപ്പ് കണ്ടിട്ടാണ് ഇവർക്ക് ഭയങ്കര ഇറ്റ്സ് സോ ബിഗ് എന്ന് പറഞ്ഞ് കഴിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്, ടേസ്റ്റ് നല്ലായിരുന്നു. നല്ല ഭയങ്കര ഇറ്റ്സ് ടു ഷുഗറി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുട്ടനും മോനും കഴിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പിന്നെ വെറുതെ അവിടെ ഇങ്ങനെയെല്ലാം നടന്ന് അപ്പോൾ ഹാമിലീസിൽ കയറി. പിന്നെ ഡേ ടു ഡേ ഉണ്ടല്ലോ അവിടെ കയറി എല്ലാം എന്താ വാങ്ങിക്കേണ്ടത് തന്നെ അറിയത്തില്ല. ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് പിന്നെ എന്തോ ഒരു സ്ട്രോബെറിയുടെ ഷേപ്പിലുള്ള പില്ലോയോ പിന്നെ എന്തായിരുന്നു പിന്നെ ഒരു നെയിലിൻ്റെ കിറ്റ് അഡീഷണലായിട്ട് വെച്ചേക്കാമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ എന്തൊക്കെയോ പറക്കി ഇറങ്ങി അവിടെ നിന്ന് കേട്ടോ. മോനൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ എനിക്ക് ഇവിടെ തിരിച്ച് വന്നപ്പോഴത്തേനും വണ്ടിയെ കിടന്ന് ഉറങ്ങി കേട്ടോ, നല്ലതായിട്ട് ഉറങ്ങി. ഞാനും അച്ചു ഇവർ തിരിച്ച് വന്ന് രാജേഷേട്ടനും ഗോപും കൂടെ അവർ സ്റ്റേ ബാക്ക് ചെയ്ത് അവർക്ക് കുറച്ചുകൂടെ സമയം വേണമായിരുന്നു. അപ്പം ഞങ്ങളിങ്ങ് പോകുന്നു കേട്ടോ. ഞങ്ങളിങ്ങ് പോകുന്നു വണ്ടിയിൽ അവൾ ഇരുന്നങ്ങ് ഉറങ്ങി. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പം എനിക്ക് പാസ്ത കഴിക്കണം എന്നൊക്കെ പറഞ്ഞാണ്, പക്ഷേങ്കിൽ കഴിച്ചില്ല. അവിടെ കിടന്നപ്പോൾ എനിക്ക് കിടക്കണം എന്ന് പറഞ്ഞാൽ അവിടെ കിടന്നങ്ങ് ഉറങ്ങുക. പിന്നെ ഞാൻ പാസ്തയൊക്കെ പാക്ക് ചെയ്തു. മോനും നല്ല ഉറക്കം വരുന്നുണ്ട്, ടൈമിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കും. നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷേങ്കിൽ അവനൊരു കോഫി പോലത്തെ ഒരു ലാത്തെ അങ്ങനെ കുടിച്ചു. ഞാനും ഒരു എന്തായിരുന്നു കുടിച്ചു, പീച്ച് ഐസ് ടീ എന്ന് പറഞ്ഞാൽ അത് പീച്ച് ഐസ് ടീ അത് കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പാസ്തയും റാപ്പും അതൊക്കെ കൂടെ പാക്ക് ചെയ്ത് വീട്ടിൽ വന്നു. ഇപ്പോൾ ഉറങ്ങി എണീറ്റ് വന്നിട്ട് കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഏതായാലും പാക്ക് ചെയ്ത് വെച്ചേക്കാന്ന് വെച്ചാൽ അവൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് അജ്ജു അവളെ എടുത്തുകൊണ്ടായിരുന്നു കാറിൻ്റെ അവിടം വരെ പോയത്. ബാക്കി നമ്മളിത് കുടിക്കുന്നത് മാത്രം വാങ്ങിച്ചിട്ട് ബാക്കി നമ്മൾ പാക്ക് ചെയ്തുകൊണ്ട് ഇറങ്ങി കേട്ടോ. മോന് മീൻസ് ഉറക്കം നന്നായിട്ട് വരുന്നുണ്ട്. എന്നാലും അതിൻ്റെ ഉറക്കം പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കോഫി കുടിക്കുകയാണ് കേട്ടോ. അജ്ജു പറഞ്ഞിട്ട് അവനങ്ങനെ കാണിക്കുന്നത് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അവനതൊട്ടും തിരിച്ച് വന്ന് ലിയോയുടെ കൂടെ, ലിയോ നാളെ ഞങ്ങൾ പോവാണ്, വി ആർ ഗോയിങ് ടു മിസ് യു എന്നൊക്കെ. ലിയോയ്ക്ക് എല്ലാം മനസ്സിലാവുന്ന പോലെ ലിയോ ഇരിക്കുന്നത്. ലിയോയുടെ ഇരിപ്പ് കണ്ടാർത്തൊന്നും ലിയോയ്ക്ക് ഫുള്ളായിട്ട് എല്ലാം മനസ്സിലാവുന്നുണ്ടത്. പക്ഷേ ലിയോയ്ക്ക് നല്ല ഇപ്പം എങ്ങനെ അടുക്കുന്നതാണ് കേട്ടോ. കാൺപൂരിൽ നിന്നായിരുന്നു, കാൺപൂർ ടു ബാംഗ്ലൂർ ടു കൊച്ചി ആയിരുന്നു ഫ്ലൈറ്റ്. കാൺപൂർ ഒരു ചെറിയ എയർപോർട്ടാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ കൊണ്ടുവിടാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ പെട്ടെന്ന് തന്നെ കാണാം, ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്. അങ്ങനെ ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു സങ്കടമാണ് പോകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം, പെട്ടെന്ന് കാണാം. നമ്മൾ നാട്ടിലെ വ്ളോഗ്സൊക്കെ ഇടാം. അപ്പം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി. ഇങ്ങനെ